കാസർഗോഡ് മഞ്ചേശ്വരത്ത് മദ്യപാനിയായ മകൻ അമ്മയെ കൊന്നതിൻ്റെ കാരണം ഇപ്പം വെളിച്ചത്തായി. കഴിഞ്ഞ തിങ്കളാഴ്ച ഉണ്ടായ സംഭവമാണ്. കർണാടക അതിർത്തിയിലെ ഓർക്കാടി എന്ന സ്ഥലത്തെ ബേക്കറി ജംഗ്ഷന് സമീപമാണ് ഹിൽഡ എന്ന അമ്മ താമസിക്കുന്നത്. 60 വയസ്സുണ്ട്. ഹിൽഡയുടെ മകന് മെൽവിന് ആണ് അമ്മയെ കൊന്നത്. കഴിഞ്ഞ ദിവസം അത് വലിയ വാർത്തയായിരുന്നു. മദ്യപാനിയാണ്, ഡ്രഗ്സ് അടിക്കുന്നവനാണ്, സ്ഥിരം മദ്യപാനിയാണ്. അമ്മയെ കൊന്നിട്ട് തീയിട്ട് കത്തിച്ചു. കഴിഞ്ഞ വ്യാഴാഴ്ച പുലർച്ചെ ആണ് ഈ സംഭവം. തിങ്കളാഴ്ച മുതൽ അമ്മയും അവനുമായിട്ട് നിരന്തരം വഴക്ക്. പയ്യന് അമ്മയുടെ സ്ഥലവും അമ്മയുടെ വീടും സ്ഥലവും വേണം. അത് വിറ്റിട്ട് ആ കിട്ടുന്ന പണം കൊണ്ട് പുള്ളിക്ക് വിവാഹം കഴിക്കണം. ഇതാണ് ആവശ്യം. അമ്മ അതിന് സമ്മതിച്ചില്ല. അത് പണയം വെക്കാനോ അത് വിൽക്കാനോ ഒന്നും അമ്മ സമ്മതിച്ചില്ല. അമ്മയായിട്ട് നിരന്തരം വഴക്കാണ്. നല്ല മദ്യപാനിയാണ് ഇയാൾ കൂലിപ്പണിക്കൊക്കെ പോകും. കർണാടകയിൽ കുന്താപുരയിലും ഒക്കെ പോകും, ഹാസനിൽ പോകും. ഇപ്പം പണം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സ്ഥിരം മദ്യപാനിയാണ്. കഴിഞ്ഞ ദിവസം വ്യാഴാഴ്ച പുലർച്ചെ അമ്മയെ കഴുത്ത് ഞെരിച്ച് കൊന്നു. ഉറങ്ങിക്കിടന്ന അമ്മയുടെ കഴുത്ത് ഞെരിച്ച് കൊന്നിട്ട് ഇയാൾ അമ്മയടുത്ത് വീടിൻ്റെ അടുത്തുള്ള കാട് പിടിച്ച് കിടക്കുന്നിടത്ത് കുഴി കൊണ്ടുപോയി ഇട്ട് കത്തിച്ചു. അതിനുശേഷം വീട്ടിൽ വന്നു. ഈ സ്ഥലവും വീടും വിൽക്കുന്നതിന് അമ്മ എതിരായിരുന്നു. അമ്മയുടെ ബന്ധുവായ അടുത്ത് താമസിക്കുന്നത് ലോലിത എന്ന സ്ത്രീ, അവരും അമ്മയുടെ ഒപ്പമാണ്, തൊട്ടടുത്ത് താമസിക്കുകയാണ്. സ്ഥലവും വീടും വിൽക്കുന്നതിന് അവരും എതിരാണ്. അമ്മയെ കൊന്നതിന് ശേഷം അവിടെ കൊണ്ടുപോയി കുഴി കൊണ്ടുപോയിട്ട് കത്തിച്ച ശേഷം ഇയാൾ വീട്ടിൽ വന്നിട്ട് ലോലിത ആൻറ്റിയെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മയ്ക്ക് നല്ല സുഖമില്ല, ഒന്ന് പെട്ടെന്ന് വരണമെന്ന്. അവർ വീട്ടിൽ വന്ന് കയറി. വെളുപ്പാങ്കാലം സുഖമില്ലാത്ത ആളെ അന്വേഷിക്കാൻ നോക്കിയപ്പം ഇയാൾ ലോലിതയുടെ കഴുത്ത് പിടിച്ച് ഞെരിച്ചു അവരെ കൊല്ലാൻ ശ്രമിച്ചു. പെട്രോൾ ഇരിക്കുന്നത് കണ്ടു. കത്തിക്കാനുള്ള ശ്രമമാണ്. ഇവർ കുതറി അവിടുന്ന് ഓടി അവരുടെ വീട്ടിലെത്തിയിട്ട് അയൽവക്കംകാരെ വിളിച്ചു. ഇന്നുപോലെ അവൻ്റെ അമ്മയെ കത്തിച്ചു എന്ന് പറഞ്ഞു. അയൽവക്കംകാരെല്ലാവരും കൂടെ ഓടി വന്ന ശേഷം അമ്മയെ കത്തിച്ച് കുഴിയിലിട്ട് കത്തിച്ചതായിട്ട് കണ്ടു. അതിനുശേഷം ഇവനെ അന്വേഷിച്ചിട്ട് കണ്ടില്ല. ഇയാൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. ആ അതിർത്തി ഗ്രാമം ഓർക്കാടിയിലെ ബേക്കറി ജംഗ്ഷൻ്റെ അവിടെ നിന്ന് ഇയാൾ മഞ്ചേശ്വരത്തേക്ക് പോയി. അവിടെ ഒരു ഓട്ടോറിക്ഷയിലാണ് പോയത്. ഓട്ടോറിക്ഷക്കാരൻ പോലീസിന് വിവരം കൊടുത്തു, ഇയാൾ എൻ്റെ ഓട്ടോറിക്ഷയിലാണ് വന്നത്, അവിടുന്ന് ഇയാൾ കാസർഗോഡ് പോകുമെന്ന് തോന്നുന്നു, മഞ്ചേശ്വരം വരെ കൊണ്ട് വിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. വീടും സ്ഥലവും എഴുതി കൊടുത്ത് ആ പണം കൊണ്ട് വിവാഹം കഴിക്കാൻ സമ്മതിച്ചില്ല. അതാണ് പ്രശ്നം. ഇത് സ്വന്തമായിട്ട് അധ്വാനിക്കാൻ കഴിയില്ല, അതേസമയത്ത് വിവാഹം കഴിക്കണം, അമ്മ നശിച്ചാലും വേണ്ടില്ല, അമ്മയുടെ സ്വത്ത് തട്ടിയെടുക്കണം. ഇതാണ് മദ്യപാനിയായ മകൻ്റെ ചിന്താഗതി. ഏതായാലും അമ്മയുടെ ബന്ധുവും അതേ ചിന്താഗതിക്കാരിയുമായ ലോലിതയെ കത്തിച്ച് കൊല്ലാനായിട്ട് അതിനുള്ള ശ്രമം പാഴായി. എന്തായാലും ഇയാളെ പിന്തുടർന്ന് പോലീസ് ഏകദേശം 200ഓളം കിലോമീറ്ററോളം പോലീസ് സഞ്ചരിച്ചു. പോലീസ് പല സ്ഥലത്തും ഇയാളുടെ കയ്യിലിരുന്ന മൊബൈൽ ഫോൺ ഓഫ് ചെയ്യും, വീണ്ടും കുറേ ദൂരം സഞ്ചരിച്ച ശേഷം വീണ്ടും ഓണാക്കും. അങ്ങനെ ഏതായാലും 100-200 കിലോമീറ്ററോളം പോലീസ് ഇയാളുടെ പിന്നാലെ പോയി. പല CCTV ദൃശ്യവും പല ആൾക്കാരുടെ സഹായത്തോടെയും എല്ലാം കൂടി ഇയാളെ കണ്ടെത്തി, ഇയാളെ അറസ്റ്റ് ചെയ്തു, നാട്ടിൽ കൊണ്ടുവന്നു. ഒരിടത്ത് അമ്മയെ കൊന്നൊരു മർഡർ കേസായി. അറ്റംപ്റ്റ് ടു മർഡർ, അമ്മയുടെ ബന്ധു ലോലിതയെ കൊല്ലാൻ ശ്രമിച്ചതിന് അടുത്ത കേസ് കൊടുത്തു. ഏതായാലും മഞ്ചേശ്വരം പോലീസിൻ്റെ അന്വേഷണമായിട്ട് മുന്നോട്ട് പോവുകയാണ്. കുട്ടികളെല്ലാം ഈ രീതിയിലാണ് ചിന്തിക്കുന്നത്, അധ്വാനിക്കാൻ കഴിയില്ല, വീട്ടിലെ സ്വത്ത് വേണം താനും, അപ്പനും അമ്മയും നശിച്ചാലും കൊന്നാലും വേണ്ടില്ല, തനിക്ക് സ്വത്താണ് പ്രാമുഖ്യം, അതാണ് ആവശ്യം എന്ന് പറഞ്ഞാണ് ഇപ്പോഴത്തെ ചെറുപ്പക്കാരികളൊക്കെ നടക്കുന്നത്. കേരളത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്.